ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഇതായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പൊതുവേ ആദ്യമൊക്കെ കട്ടാക്കാറുണ്ടായിരുന്നു ഫിംഗറിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. രാത്രി ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറേ സമയം എടുത്തിട്ടായിരുന്നു കട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം നല്ല സിമ്പിളായിട്ടാണ് തോന്നിയത് കേട്ടോ എനിക്ക്, നമ്മളെ ബീട്രൂട്ട് കട്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് കിട്ടും. ഇതിനകത്ത് കട്ടാക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ വേറെ സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ചോപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിലിങ്ങനെ നമ്മളെ ബീട്രൂട്ട് കട്ടാക്കിയത് ഇങ്ങനെ കൂടി കിടക്കണ പോലെ എനിക്ക് തോന്നുന്നു, ഭയങ്കര സോഫ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നാളെ ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന ദിവസത്തിൻ്റെ തലേന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറേ സമയത്ത് വിരലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ചോപ്പർ വാങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പണി നല്ല സിമ്പിളായിട്ട് തോന്നിയത്. കാരണം ഇപ്പം ഞാൻ ബീട്രൂട്ട് കട്ടാക്കുന്നത് എനിക്ക് എപ്പോഴാണോ ഉപ്പേരി ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് കേട്ടോ. കാരണം അത്ര ടൈം മതി, അത്രയും സിമ്പിളാണ് ഈ ഒരു സംഭവം വാങ്ങിയതിന് ശേഷം കേട്ടോ ബീട്രൂട്ട് കട്ട് ചെയ്യാന്ന് പറയുന്നത്. ബീട്രൂട്ട് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ കട്ടാക്കുന്നത്. അങ്ങനെ ഉപ്പേരിക്കുള്ളത് ഇവിടെ കട്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോറ് ഓൾറെഡി ബാലൻസ് ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ചോറ് തിളപ്പിച്ചിട്ടാണ് കൊണ്ടുപോവുക. ഇനി ചോറ് ഒട്ടുമില്ലാത്ത ദിവസം മാത്രമാണ് കേട്ടോ ചോറ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 8:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഒരു 7:30 ആകുമ്പോഴേക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഞാൻ വരുമ്പോഴേക്ക് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അധിക ദിവസം എന്തായാലും നമുക്ക് ചോറ് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആ ബാലൻസ് ഉള്ള ചോറ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. അല്ലെങ്കിൽ ഉമ്മ രാവിലെ പറയും ചോറ് ഇല്ലെങ്കിൽ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉമ്മ ഉച്ചയാകുമ്പോഴേക്ക് വെച്ചോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവില്ല. ഇന്നെന്തായാലും ചോറ് ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കലും ചോറുണ്ടാക്കലും ഉപ്പേരി ഉണ്ടാക്കലും കഴിഞ്ഞതിന് ശേഷം ഇനി മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് മാന്തിയും ചെമ്മീനുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ, നല്ല കുഞ്ഞു ചെമ്മീനാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓരോന്നും ചെമ്മീനും മാന്തി സെപ്പറേറ്റ് കട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് കറി വെക്കണത് ഉമ്മയാണ് കേട്ടോ. സാധാരണ എനിക്ക് വെക്കാൻ അറിയുന്ന മീനൊക്കെ ആണെങ്കിൽ ഞാൻ കറി വെക്കും രാവിലെ, അല്ലെങ്കിൽ ഉമ്മയാണ് കേട്ടോ വെക്കുക. എനിക്ക് ഈ തേങ്ങ അരച്ചിട്ട് മീൻ കറി വെക്കാൻ അറിയില്ല. അപ്പം അതൊക്കെ സാധാരണ ഉമ്മയാണ് ചെയ്യുക. പിന്നെ മീൻ കറി ആണെങ്കിലും എനിക്ക് ടൈമുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എന്നോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറയുക, അല്ലെങ്കിൽ ഉമ്മ തന്നെയാണ് കുക്കാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ കുറേ അധികം മീനുള്ളത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മയാണ് കേട്ടോ ഒന്ന് കറി വെക്കണത്. അങ്ങനെ ഞാനിതാ മീനൊക്കെ രണ്ടും കട്ടാക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് ക്ലീനൊക്കെ ചെയ്ത് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ ക്ലീനിങ് പരിപാടികൾ ചെയ്യണം. അപ്പോൾ ഞാനിതാ വേഗം തന്നെ നമ്മളെ കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അടിച്ച് വാരി തുടയ്ക്കണം. ഇനി നമുക്ക് ഇപ്പം 9:30 ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ പഞ്ചിങ്ങൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ സ്പീഡിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അങ്ങനെ അതാ നമ്മൾ അടിച്ച് വാരൽ ഇവിടെ അകം ഒക്കെ അടിച്ച് വാരി കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മളെ കിച്ചണിൻ്റെ ബാക്ക് സൈഡ് മാത്രമാണ് കേട്ടോ ഒന്ന് അടിച്ച് വാരിയിട്ടുള്ളത് ഫ്രണ്ടിൽ. അല്ലാതെ നമ്മളെ മുറ്റം ആ ഒരു ഭാഗത്തേക്കൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗമില്ല, അവിടെ അധികം വേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ടൈമുള്ളതിനനുസരിച്ചിട്ടാണ് കേട്ടോ വീടിൻ്റെ മുറ്റമൊക്കെ അടിച്ച് വാരുക. അപ്പോൾ ഞാൻ വേഗം കിച്ചൻ്റെ സൈഡ് മാത്രം അടിച്ച് വാരി നമ്മളെ വീടിൻ്റെ ഫ്രണ്ടും പിന്നെ കിച്ചണും മാത്രം ഒന്ന് തുടയ്ക്കുകയും ചെയ്തിട്ട് വേഗം തന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഇക്കൻ്റെതും എൻ്റെതും ഡ്രസ്സൊക്കെ ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം തന്നെ പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം എനിക്ക് 2 ഷിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. രാവിലെ 11 മണി മുതൽ 6 മണി വരെ ഒരു ഷിഫ്റ്റും, പിന്നെ രാവിലെ 9:30 to 6 ഒരു ഡ്യൂട്ടി ഷിഫ്റ്റും, അങ്ങനെ 2 ഷിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 11 മണിൻ്റെ ഷിഫ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈം ഉള്ളതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ നേരത്തെ പോകേണ്ട ദിവസത്തൊന്നും ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം പോലും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ലൈഫ് അങ്ങനെ ഇടുന്നത് വളരെ കുറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ ഫ്രഷായി വന്ന് യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മൾ ബെഡൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇക്ക ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ നീറ്റായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് നീറ്റായി കിടക്കുന്ന റൂം കാണാമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യം വേറെ ഇല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് നീറ്റല്ലാതെ കിടന്നാലുള്ളതിൻ്റെ അവസ്ഥ. എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ കൂടി നീറ്റല്ലാണ്ട് കിടക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് തട്ടി വിരിച്ചാൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പകുതി ആശ്വാസമാണ്. അങ്ങനെ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ച് പിന്നെ നമ്മളെ യൂണിഫോമൊക്കെ ഫുള്ള് ചേഞ്ചാക്കി നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറും പിന്നെ ഉപ്പേരിയാണ് കൊണ്ടുപോകുന്നത്. മെയിനായിട്ട് എപ്പോഴും എൻ്റെ ലഞ്ച് ബോക്സിൽ ഐറ്റം എന്ന് പറയുന്നത് ഉപ്പേരിയാണ് കേട്ടോ. ഒന്നെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ കോവയ്ക്ക, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന ഉപ്പേരി. പിന്നെ എനിക്ക് നമ്മളുടെ പൊട്ടാറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതും ഇടയ്ക്ക് ഫ്രൈ ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കും. കറി ഞാൻ ഒട്ടും കൊണ്ടുപോകാറില്ല കേട്ടോ, വളരെ ചുരുക്കമാണ് കറി കൊണ്ടുപോകുക. എനിക്ക് കറി അത്ര താല്പര്യമല്ല, ഇങ്ങനത്തെ ഉപ്പേരികളോടാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതാ നേരെ വീട്ടിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മളിതാ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് എത്തി. പിന്നെ അവിടുന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിരുന്ന വഴിക്ക് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതാ സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണണമെന്നുണ്ട് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളെ ഐ കാർഡിലൊക്കെ കൊടുക്കുക. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങാനായപ്പം അവിടെ കൽമാസ് കണ്ടപ്പോൾ എനിക്കൊരു കൊതി അത് കഴിക്കാൻ. അപ്പം ഞങ്ങൾ കൽമാസ് വാങ്ങി, ഞാനൊരു കോഫിയും കഴിച്ച് ഇക്ക ഒരു ജ്യൂസും കുടിച്ചു കേട്ടോ. പൊതുവേ നമ്മളങ്ങനെ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചായ കുടിക്കാറില്ല. അപ്പോൾ ഇന്ന് എനിക്ക് അവിടെ കൽമാസ് കണ്ടപ്പോൾ ഒരു കൊതി. എൻ്റെ താത്ത ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഈവനിങ്ങിൽ കൽമാസ് വാങ്ങി തരുമായിരുന്നു കേട്ടോ, താത്തൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കൽമാസ് കഴിക്കണത്. അപ്പം കൽമാസ് കുറച്ച് കാലത്തിന് ശേഷം കണ്ടപ്പം ഒരു കൊതി, അങ്ങനെ കയറി കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചായയൊക്കെ കഴിച്ച് നമ്മളിതാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചിറങ്ങുവാണ്. അപ്പം ഇങ്ങനെ ബില്ലിങ്ങിന് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ബീച്ച് സൈഡിൽ ഫെസ്റ്റൊക്കെ നടക്കണ ഒരു സൈഡ് എത്തിയപ്പോൾ അവിടെ നമ്മൾ ഈ ഫിഷ് സ്പാ കണ്ടു. അപ്പോൾ അത് കുറേ അയക്ക പറയണേക്ക് എനിക്ക് ചെയ്യണം എന്ന്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നോക്കി നിൽക്കല്ലേ, അപ്പോൾ ഞാനും കൂടെ കയറി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുഴയിലൊക്കെ പോകുമ്പം മീൻ കാലിൽ വന്ന് കുത്തുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല മീൻ ഇങ്ങനെ കാലിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിഷ് സ്പാക്ക് കയറിയപ്പോഴും എനിക്ക് എത്രത്തോളം അത് ഇഷ്ടമാവുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ സംഭവം എന്താ പറയുക, ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ഞാൻ കയറണത് വെറുതെ ആവുമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് അധികം സമയം നമ്മളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ കസ്റ്റമർ വരുന്നവരെ നമ്മളോട് അവർ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോറടിക്കണ വരെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക കുറേ ആയിട്ടോ പറയുന്നത്, ഇക്കൻ്റെ കാലിൽ ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളക്കി പോകുന്നുണ്ട്. അപ്പം നന്നായിട്ട് കാലിൽ ഈ സ്കിന്ന് പീൽ ഓഫ് ആവുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്പാക്ക് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇക്ക കുറേ ആയി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്ത് ജസ്റ്റ് ഫിഷ് സ്പാ മാത്രം ചെയ്ത് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുവാണ് കേട്ടോ. വേറെ ഒന്നിനും കയറിയിട്ടില്ല. ഈ ഒരു കാര്യം കണ്ടപ്പം അത് ചെയ്യണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ജസ്റ്റ് അതിൽ കയറി നമ്മൾ ഫിഷ് സ്പാ ഒക്കെ ചെയ്ത് തിരിച്ചത് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇന്ന് ഇക്ക ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇക്കക്ക് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് കിട്ടിയതാണ്. അവരുടെ കസ്റ്റമറോ അവർ ഓഫീസിൽ നിന്ന് അങ്ങനെ എന്തോ കൊടുത്തതാണ്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടത് പൊളിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയ സമയത്ത് ഒരു ട്രേൻ്റെ അകത്ത് 2 മഗ്ഗും ഒരു ഫ്ലാസ്കും ഉണ്ട്. അപ്പം ആ ഫ്ലാസ്ക് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ. നല്ല കളറായിരുന്നു, പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. നമ്മളുടെ ഉള്ളിൽ ആ സ്റ്റീലിൻ്റെ കോട്ടിംഗ് ഒക്കെ വരുന്ന അങ്ങനത്തെ ഫ്ലാസ്ക്കാണ് കേട്ടോ. ഇതിൽ എത്രത്തോളം ചൂട് നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സംഭവം കാണാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ
പിന്നെ 2 മഗ്ഗും ഉണ്ട്. പിന്നെ ഇത് 3 കൂടെ വെച്ചിട്ട് ഒരു ട്രേയും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഗിഫ്റ്റ്. അങ്ങനെ ഞാനത് അൺബോക്സ് ചെയ്ത് അങ്ങനെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടിയതിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കിട്ടിയതിനേക്കാൾ സന്തോഷം എനിക്കായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് കിട്ടാത്തൊരു സാധനം കിട്ടുമ്പോഴേ നല്ലൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞാനിതാ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡേ ഇൻ ലൈഫും ഡിഫറെൻ്റാണ്, ഓരോരോ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ ഒരു ഡേയിലെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ.